റസ്റ്റ് ടോയ്ലറ്റും ടൈൽസും എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ഇതൊരു ആസിഡ് പോലത്തെ ഒരു ലിക്വിഡാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ ടോയ്ലറ്റ് ഇതെല്ലാം ഒരു ദിവസത്തേക്ക് ക്ലീൻ ആകുന്നു. ഒരു ദിവസം അന്ന് ഇത് ഒഴിച്ച് ക്ലീൻ ആക്കുന്ന സമയത്ത് മാത്രം ക്ലീൻ ആകുന്നു. പിന്നെ അതിൽ മണ്ണ് പിടിച്ചെങ്കിൽ ആ മണ്ണ് പിന്നെ പോകാൻ അത്ര പണിയുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഗ്ലൈസിങ് ഉണ്ടല്ലോ, നമ്മളെ ടോയ്ലറ്റിൻ്റെ മേലെ സൈഡിൻ്റെ ഗ്ലൈസിങ്, അതാണ് പോകുന്നത്. ഇത് കുറേ പള്ളിയിൽ പോയിട്ട് കക്കൂസ് കയറ്റല്ല ഒരു പരസ്യം ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ വല്ലാത്ത തട്ടിപ്പാണ് ചെയ്യുന്നത്. ആൾക്കാരെ പറ്റിക്കുന്നതിൽ ഇവർക്ക് ഭയങ്കര മുൻഗണനയാണ്. പള്ളിയിൽ പോയിട്ടാണ് ഇവർ കക്കൂസെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 4-5 പ്രൊഡക്റ്റ് ഉണ്ട്, കമ്പനീൻ്റെ പ്രൊഡക്റ്റ് എന്തോ ഉണ്ട് ഇവർ ഇങ്ങനെ ഇതാക്കി വിടുന്നത്. ഈ സാധനം വാങ്ങിയിട്ട് ആരും പറ്റിക്കപ്പെടരുത്. ഈ സാധനത്തിൽ നമ്മൾക്ക് പറ്റുന്നത് വെച്ചെങ്കിൽ ടോയ്ലറ്റ് നല്ല ക്ലീൻ ആകുന്നുണ്ട്, ടൈൽസ് നല്ല വെളു മൊഞ്ചായിട്ട് വരുന്നത് ഇട്ടെങ്കിൽ. രണ്ടാമത് അതിലേക്ക് മണ്ണ് പിടിച്ചെങ്കിൽ അത് ക്ലീനാക്കി എടുക്കാനും ഇതേ സാധനം വേണം. മറിച്ച് അതിൽ ബ്രഷ് കൊണ്ട് തേച്ചെങ്കിൽ പോവില്ല, ഒന്നുകൊണ്ടും പോവില്ല. അത് സംഭവം അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ മേലെ ഉണ്ട് ഈ ഗ്ലൈസിങ് ഉണ്ടല്ലോ, അത് അതിൻ്റെ അതാണ് പോകുന്നത്. ഇതിൽ മണ്ണ് മാത്രമായിട്ട് പോകുന്നതല്ല, അതിൻ്റെ മൊത്തം ഫിനിഷിങ് പോകുന്നു. ഭയങ്കര പറ്റിക്കലാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചെങ്കിൽ, പറ്റിക്കലാണ്. ഇങ്ങനെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതിന് കുറേ കേരളക്കാരുണ്ട് ഇതിൽ പരസ്യത്തിൽ. ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഭയങ്കരത്തിൻ്റെ പരസ്യമാണ് ഇവർക്ക്. പിന്നെ കുറേ പള്ളീൻ്റെ കക്കൂസ് കയറ്റും, പള്ളീൻ്റെ ബാത്റൂം കയറ്റും, പരസ്യം ഓടുന്നു ഓരോരുത്തര്. എന്തിനടോ താനല്ല ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി? ഞങ്ങൾക്കിനൊരു 400-500 പോയി എറിഞ്ഞിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നു. ആരും ഇതിനെ പറ്റിക്കപ്പെടരുത്. ഞമ്മക്കൊന്നത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളാൾക്ക് പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ഞമ്മക്ക് പരിചയമില്ല, മനസ്സിലായാ? ഞമ്മുണ്ട കാര്യം അങ്ങ് തുറന്ന് പറയാം. ഇതുപോലെ ഏതോ കമ്പനീൻ്റെ പരസ്യത്തിന് മുമ്പ് പറയുന്നുണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന്. അപ്പം അത് ആദ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവർ തന്നെ പറയുന്നു, ചില ഇതിൽ മാത്രം പറയുന്നുണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ത് സംഭവിച്ചെങ്കിലും എന്ന്. അപ്പം ഇത് ആസിഡ് അതുപോലത്തെ തട്ടിപ്പാണിത്. അപ്പം ഇതാരും യൂസാക്കാനോ ആരും ഇത് ചെയ്യാനോ പാടില്ല. അതിനായിട്ട് സർപ്പിട്ട് കൈ വെളുക്കും, ഇല്ല വേറെന്തൊട്ടിട്ട് ബാത്റൂം വെളുക്കും. ഇതിട്ടിട്ട് കവുന്നതായിട്ട് നല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വേറെ എന്തെങ്കിലും ഇട്ട് കവുന്നതാണ്. എൻ്റെ മോനിക്ക് എന്തോ പറയാണ്ട്, പറഞ്ഞോളൂ. ഇതാരും വേങ്ങണ്ടറിഞ്ഞ, ഇതാരും വാങ്ങിയിട്ട് പറ്റിക്കപ്പെടരുത്, ആരും ഇത് വാങ്ങരുത്.